ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ആഡ് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു, ദാ ഈ ടൂൾ വെച്ചിട്ട് ഗ്രേഡിയൻ്റ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കളറാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഗ്രേഡിയൻറ്റിലാണ്, കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക, ജി ഒന്നും കൂടെ അടിക്കുക. ജി ഒന്നും കൂടെ അടിക്കുമ്പോൾ കണ്ടോ, ഇത് ജി അടിക്കുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും, കണ്ടോ? 1 2 3. അപ്പോൾ ജി അടിക്കുമ്പോൾ ഒരു ടൂളും ഉണ്ട്, ഗ്രേഡിയൻറ്റും ഉണ്ട്, പെയിൻറ്റ് ബക്കറ്റും ഉണ്ട്. അഥവാ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ജി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ പോയെടുത്താലും മതി. ഞാൻ ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാണ്. എൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഓക്കെ, വൈറ്റ് കളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ജി അടിച്ചു, എന്നിട്ട് ജി ഞാൻ വലുതാക്കിയ കൺട്രോൾ ടി. ഓക്കെ, വലുതാക്കുന്നു. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം ടൈപ്പ് ചെയ്തേ. ഇത് ജസ്റ്റ് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കിയാലും കുഴപ്പമില്ല. സ്വല്പം കൂടെ ഞാൻ ചെറുതാക്കി. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ കോപ്പി എടുക്കാം, കൺട്രോൾ ജെ. രണ്ടും സെയിം തന്നെ. എന്നിട്ട് ഞാൻ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് 6 എന്ന് ടൈപ്പ് ചെയ്തേ. എന്നിട്ട് 6 എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇപ്പോൾ എന്ത് പറ്റി, ഇത് മറഞ്ഞിരിക്കുകയാണല്ലേ. എനിക്കിതിൻ്റെ രണ്ടും തമ്മിലൊരു വ്യത്യാസം വേണം, കാണുമ്പോൾ ഒരു ഫീൽ വേണം. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ് പ്രോസസ്സ്. ഈ ജിയും 6ഉം അല്ലേ, ഇത് രണ്ടിൻ്റെ ഇടയിൽ ഞാനൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും. ആ ലെയറിൻ്റെ അകത്ത് ഞാൻ ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ബ്ലാക്ക് എടുക്കുക. ഓക്കെ, ബ്ലാക്ക് എടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഇത് ഒപ്പാസിറ്റി കണ്ടോ ബ്രഷിൻ്റെ, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡാർക്കായിരിക്കും. ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം പെയിൻറ്റ് ചെയ്യുന്നോ അത്രത്തോളം വ്യത്യാസമായിരിക്കും അവിടെ. ഞാൻ എന്താ വീണ്ടും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6ൻ്റെ ഒരു കോപ്പി എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് 6നെ എഡിറ്റ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് GRA. ഓക്കെ, എ ഞാനിവിടെ എടുത്ത് വെച്ചു, മൂവ് ചെയ്ത് വെച്ചു. എ അതിൻ്റെ ക്രോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് വേണമെങ്കിൽ കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാം. കണ്ടോ, ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിക്കാം, GRA. എന്നിട്ട് 6ൻ്റെ 7ൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു പുതിയ ലെയർ ആഡ് ചെയ്യുക, പെയിൻറ്റ് ടൂൾ എടുക്കുക. അപ്പം ഇനി ഇങ്ങനെ പെയിൻറ്റ് ചെയ്യരുത്, അത് മണ്ടത്തനമാണ്, മനസ്സിലായോ? അതായത് എവിടെയാണ് നമുക്ക് ഓവർലാപ്പ് വേണ്ടത്. ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഓവർലാപ്പ് ചെയ്തിരിക്കില്ല. ഈ എഡ്ജ് മാത്രം പെയിൻറ്റ് ചെയ്യുക. അതാ കണ്ടോ, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ ഏത് അക്ഷരമാണ് വെക്കുന്നത് അതിനനുസൃതമായിട്ട് പെയിൻറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ എ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചിട്ട് GRA P ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ പി ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. ഓക്കെ, കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിന് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. പി എടുത്തിട്ട് ഞാൻ എന്താ എയുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചാൽ പി എവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് പിയും എയുടെ ഇടയിൽ ഞാൻ ഒരെണ്ണം ആഡ് ചെയ്തു. അതിനുശേഷം ബ്രഷ് ടൂൾ എടുത്തു, വരച്ചു. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, കണ്ടോ? ഓക്കെ, അപ്പോൾ അത്ര ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പാസിറ്റിക്കകത്ത് ഞാൻ 75% കൊടുത്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ എഡ്ജൊക്കെ എനിക്ക് വേണം, കണ്ടോ? ഈ എഡ്ജ് എനിക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ബ്രഷിൻ്റെ സൈസ് സ്വല്പം ഒന്ന് ചെറുതാക്കിയിട്ട് വീണ്ടും ഒന്ന് പെയിൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ മൈന്യൂട്ടായിട്ട് ആ ഒരു എഡ്ജ് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്യുക. മുകളിലോട്ട് കയറാനേ പാടില്ല. മുകളിൽ കയറി അത് വൃത്തികേടായിപ്പോൾ, കണ്ടോ? GRA P. ഇനി അടുത്ത വീണ്ടും പിയുടെ ഒരു കോപ്പി ഞാൻ എടുക്കുന്നു. ഇതാ ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു, ഇവിടെ H ആക്കുന്നു. H. ഓക്കെ, H നിങ്ങൾക്ക് എങ്ങനെ വേണം, അതിൻ്റെ ടോപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിൽ വയ്ക്കാം. H ഇവിടെ സെലക്ട് ചെയ്തു, ഒന്ന് ആഡ് ചെയ്തു. വീണ്ടും ആ എച്ചും അതും ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ നമ്മൾ പതുക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതാ, അപ്പോൾ വളരെ സൂക്ഷിച്ച് പെയിൻറ്റ് ചെയ്യുക. അതിൽ മാത്രമേ വരാവുള്ളൂ, ആ ഒരു ഏരിയ മാത്രം. വീണ്ടും പെയിൻറ്റ് ചെയ്യരുത്, അതിൻ്റെ ആ ഒരു ഡെപ്ത് കൂടുതലായിരിക്കും. അല്ല അത്രയും നിങ്ങൾക്ക് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വര ഇനഫ്, ഒറ്റ വര. ഇതാ, അപ്പോൾ ഈ ഒരു എഡ്ജും കൂടെ പെയിൻറ്റ് ചെയ്യണ്ടേ, എന്നാലേ ഒരു സുഖമുള്ളൂ, കണ്ടോ? അപ്പോൾ ആ ഒരു ഇതും കൂടെ ഒരു ഐഡിയ വേണം, കണ്ടോ? എവിടെയെല്ലാം നമുക്കത് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി വീണ്ടും കുറയ്ക്കുക, ഒരു 35 ആക്കിയിട്ട് പതുക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി, കണ്ടോ? അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അവിടെ ഒരു ഡെപ്ത് ഉള്ള ഒരു ഫീൽ നമുക്ക് വരും. ഓക്കെ, അത് എത്രത്തോളം പെയിൻറ്റ് ചെയ്യുക അത്രത്തോളം നിങ്ങൾ പെയിൻറ്റ് ചെയ്യുക. PH I ആണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് I. ഈ I എടുത്തിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. കൺട്രോൾ T, റൊട്ടേറ്റ്. I ഇവിടെ സെലക്ട് ചെയ്യുന്നു, Hൻ്റെ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നു, ബ്രഷ് ടൂൾ എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് വിടുന്നു ഈ ഒരു ഭാഗത്തേക്ക്, കണ്ടോ?
ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, അത്രയും ബ്ലാക്ക് കയറത്തില്ല. ഓക്കെ, അടുത്ത CS എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈറ്റിൽ കഴിഞ്ഞു. മൂവ് ചെയ്തിട്ട് സി ഇതാ സെലക്ട് ചെയ്തു, Ctrl+T അടിച്ചു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു, ഇവിടെ വെച്ചു. സി ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഞാൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തോളാം. അടുത്തതിൽ ഒരു എസ് സെലക്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, എസ് അടിച്ചു. ഇതിനെ മൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ഇതിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ബ്രഷ് ടൂൾ എടുക്കുന്നു, ഇതിൻ്റെ ഇടയിൽ മാത്രം. ഇതിവിടെ ബ്ലാക്ക് അല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നല്ലോണം അങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നിങ്ങൾ നോക്കിയേ, കണ്ടോ സംഭവം പിടിയിട്ട് എന്താണെന്ന്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്യുക. കഴിഞ്ഞല്ലോ എല്ലാ പരിപാടിയും, എല്ലാം കൂടെ സെലക്ട് ചെയ്യുക. Ctrl+E ഫോർ ഗ്രൂപ്പ്, Ctrl+E ഫോർ ഗ്രൂപ്പ്. അതായത് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്ത് Ctrl+E അടിക്കുമ്പോൾ അത് ഗ്രൂപ്പ് ആവും. നമ്മളതിനെ സെലക്ട് ചെയ്യാം. പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബ്ലാക്കിൽ ഇത് ഓക്കെയാണ്. അപ്പം കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കളറിൽ ഇത് ഓക്കെ ആയിരിക്കും. നമുക്ക് കളറൊന്ന് മാറ്റി നോക്കാം. ഇതിനെ മാറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടെ ലൈറ്റ് കളറിൽ പിടിച്ച് നോക്കാം. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വരെയാണ്. ടൂൾ എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തത് കണ്ടോ. ഇപ്പോഴത്തെ പ്രശ്നം കണ്ട, പ്രശ്നമില്ല. പക്ഷേ കണ്ട, ഈ ഒരു ഏരിയയിലൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ല. ആ ഒരു ഏരിയയൊക്കെ നമ്മൾ കൂടുതലും പെയിൻറ്റ് ചെയ്ത് വിട്ടുപോയി. അപ്പോൾ ബ്ലാക്കിൽ അപ്പം നിങ്ങൾ ഏത് കളറാണോ നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് പെയിൻറ്റ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാ കളറിനും ഇത് കൺവീനിയൻ്റ് ആവണമെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ അപ്പോൾ എന്താണ് നമ്മുടെ ഡാർക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, അതിലൊന്നും വലിയ പ്രശ്നം വരില്ല. എന്നാലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത്രയും വലിയ പ്രശ്നം വരില്ല. മനസ്സിലായ സംഭവം? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒരു ഡെപ്ത്ത് കൊടുക്കാൻ പറ്റും. ഒരു ലെറ്ററിന് നമുക്കൊരു ഡെപ്ത്ത് കൊടുക്കാൻ പറ്റും. പിടി കിട്ടിയാ ചെയ്യാവോ? എടുത്തോ, കീബോർഡ് മൗസ് എടുത്തോ.